MP ഫണ്ട് എന്നത് നാടിൻ്റെ വികസനത്തിനുള്ളതാണ്, അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മാടായി പഞ്ചായത്ത് പരിധിയിൽ അനുവദിച്ച കുണ്ടിൽത്തടം ക്രസന്റ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനവും വാടിക്കൽ താരാപുരം ദുർഗാംബിക ക്ഷേത്ര പരിസരത്ത് അനുവദിച്ച മിനി മാസ്റ്റർ ലൈറ്റിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു ചടങ്ങുകളിലും മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഫണ്ടുകൾ ആരുടെയും ഔദാര്യമല്ല എന്നും ജനങ്ങളുടെ പണം നാടിൻ്റെ പൊതുനന്മയ്ക്കുള്ളതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാടായി പഞ്ചായത്ത് പരിധിയിൽ അനുവദിച്ച കുണ്ടിൽത്തടം ക്രസന്റ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനവും വാടിക്കൽ താരാപുരം ദുർഗാംബിക ക്ഷേത്ര പരിസരത്ത് അനുവദിച്ച മിനി മാസ്റ്റർ ലൈറ്റിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാടിക്കൽ താരാപുരം ദുർഗാംബിക ക്ഷേത്ര പരിസരത്ത് അനുവദിച്ച മിനി മാസ്റ്റർ ലൈറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ പരാഗൻ, മാടായി പഞ്ചായത്ത് അംഗങ്ങളായ MP കുഞ്ഞിക്കാതിരി, KV റിയാസ്, താരാപുരം ക്ഷേത്ര സമിതി പ്രസിഡന്റ് ഗോപാലൻ NV, വിവേക് വാടിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K സുനിൽകുമാർ, മാടായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞാനും മനസ്സറിഞ്ഞ് പങ്കുചേരുന്നു. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറവേറ്റിയതായി അറിയിക്കുന്നു. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ, നമ്മുടെ മത്സ്യത്തൊഴിലാളികളായ ധാരാളം പേരുടെ കുടുംബങ്ങൾ ഒക്കെ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. അവിടെ ധാരാളം ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളിൽ പലതും ഇനിയും നമുക്ക് പൂർത്തീകരിക്കേണ്ടതായ ധാരാളം കാര്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ അവസാനിക്കുന്നില്ല, അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ തന്നെ അവസാനിക്കുന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവിടെ നൂറുകണക്കായ വിശ്വാസികൾ വരുന്ന പോകുന്ന എപ്പോഴും സജീവമായ ഒരു ഇടമാണ് ഈ ക്ഷേത്ര പരിസരം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു അവസാനമില്ല, ഒരു അവധിയില്ല. എല്ലാ ദിവസവും ആളുകൾ വരും, വിശേഷ സന്ദർഭങ്ങളിൽ കൂടുതൽ ആളുകൾ വരും. അപ്പോൾ നൂറുകണക്കായ മനുഷ്യർ വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അപ്പൊ അതിന്റെ കവാടത്തിലൊരു വെളിച്ചം സൗകര്യപ്രദമായ രീതിയിൽ കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. അത് വിവേകും ജിതേഷും ഉൾപ്പെടെയുള്ള ബാബുരാജൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഒക്കെ നേതാക്കന്മാരൊക്കെ ശ്രദ്ധയപ്പെടുത്തി പഞ്ചായത്ത് അതിന്റെ നിവേദനം തന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം നിറവേറ്റിയുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് അറിയുന്നത് പോലെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു ദീർഘമായ പ്രസംഗത്തിന്റെ സന്ദർഭമല്ല. കേരളത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ അവിടെയും പറഞ്ഞു. നമ്മൾ വളരെയധികം വികസിച്ച ഒരു സംസ്ഥാനമാണ്. നിങ്ങൾ എവിടെ പോയാലും ഇത്തരം വികസനം കാണില്ല. പക്ഷെ എന്നാലും നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. സ്കൂളുകളാണെങ്കിൽ ഇപ്പോൾ സ്കൂളുകൾക്ക് വാഹനത്തിന്റെ ആവശ്യമുണ്ട്, സ്മാർട്ട് ക്ലാസ് മുറികളുടെ ആവശ്യമുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തും സ്കൂളുകൾക്ക് നല്ല ക്ലാസ് മുറികൾ പോലും ഉണ്ടാവണമെന്നില്ല. പഴയ നിന്നൊക്കെ കുറെ മാറിയിട്ടുണ്ടെങ്കിലും അപ്പൊ നമുക്കൊരിക്കലും ആവശ്യങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പൊ ഈ ആവശ്യങ്ങൾ വരുമ്പോൾ ശബ്ദത്തില് ഞങ്ങൾക്ക് ആശങ്കയാണ്. കാരണം ഫണ്ട് എന്ന് പറയുന്നത് ഞാൻ അവിടെയും പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്ന പണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഫണ്ടാണ്. അപ്പൊ ഞാൻ എന്റെ എന്തെങ്കിലും ആസ്തി വിറ്റിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫണ്ടല്ല. നിങ്ങളിപ്പോ ഓരോ ഫണ്ടും, അത് പഞ്ചായത്തിൽ കിട്ടുന്ന ഫണ്ടാവട്ടെ, MP MLA ഫണ്ട്, ഗവൺമെന്റിന്റെ എല്ലാ ചെലവും എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസയാണ്. അത് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നതാണ്. നിങ്ങൾ അരി വാങ്ങിക്കുമ്പോൾ, ഉപ്പ് വാങ്ങിക്കുമ്പോൾ, പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ, പഞ്ചസാര വാങ്ങിക്കുമ്പോൾ, പെട്രോൾ അടിക്കുമ്പോൾ ഒക്കെ പൈസ കൊടുക്കുന്നുണ്ട്. ആ പൈസയാണ് തിരിച്ച് ഫണ്ട് നിർമ്മത്തിലേക്ക് വരുന്നത്. ആവശ്യങ്ങൾ പക്ഷെ ധാരാളമാണ്. ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റണമെങ്കിൽ കോടാനുകോടി രൂപ വേണം. അപ്പൊ MP-മാരുടെ ഒരു പരിമിതി എന്ന് പറയുമ്പോൾ 5 കോടി രൂപയാണ് അനുവദിക്കുക. ഈ 5 കോടി രാജ്യസഭാംഗങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അത് കേരളത്തിൽ ആകെ പ്രയോജനപ്പെടുത്തുന്നതാണ്. ലോക്സഭാംഗങ്ങൾക്ക് പ്രധാനമായിട്ടും ആ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു സ്ഥലത്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. ആവശ്യങ്ങൾ ധാരാളമായിട്ട് വരും. ഈ ആവശ്യങ്ങൾ പറയുന്ന ശ്രദ്ധപ്പെടുത്തുന്ന പൊതുപ്രവർത്തകർക്ക് ഓരോരുത്തരും വേണ്ടപ്പെട്ടവരാണ്. അവരോട് നമുക്കൊന്നും അങ്ങനെ പറയാനും സാധിക്കില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ സ്ട്രഗിൾ ഉണ്ട്, ഏത് സ്വീകരിക്കാതിരിക്കണം എന്നുള്ളതിനകത്ത്. അതിനകത്ത് ഈ സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശങ്ങൾ, വിശ്വാസികൾ എന്ന് പറയുന്നത് വലിയൊരു സമൂഹമാണ്. അപ്പോൾ അവരെ ആരാധനക്കൊക്കെ ഒരു സഹായകമാവുന്ന തരത്തിൽ ഇവിടേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇത് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അതിന് മുൻകൈയെടുത്തത്. ക്ഷേത്ര ഭാരവാഹികളെ പലരെ എനിക്ക് വളരെ നേരത്തെ അറിയാവുന്നവരാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന സുഹൃത്തുക്കൾ, അവരൊക്കെ ഞാൻ MP ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവരിൽ പലരെ അറിയാവുന്നതാണ്. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവരെന്നെ ശ്രദ്ധയപ്പെടുത്തിയിരുന്നു. ഇനിയും ഭാവിയിലും എന്തെങ്കിലും സഹായിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാമെന്നാണ് എനിക്ക് ഉറപ്പ് നൽകാനുള്ളത്. ഇതിപ്പോൾ രാവിലെ ആണെങ്കിൽ നിങ്ങൾ ഇത്രയും പേരെ എത്തിച്ചേർന്നു. അപ്പൊ അത് ഈ ലൈറ്റ് നിങ്ങൾക്കെല്ലാം കൂടുതൽ സന്തോഷം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അല്പം വൈകിയാണെങ്കിലും എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് കുണ്ടിൽത്തടം ക്രസന്റ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടന ചടങ്ങിൽ
ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ CP മുഹമ്മദ് റഫീഖ്, രേഷ്മ പരാഗൻ, മാടായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P ജനാർദ്ദനൻ, മണി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. PV ബാബു രാജേന്ദ്രൻ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K സുനിൽകുമാർ, മാടായി പഞ്ചായത്ത് സെക്രട്ടറി അജിത് കുമാർ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് ശരിപുരം.